Hi students, welcome to the lecture. Today we will be dealing with Rostow'S stages of economic growth. So this is a requested video. If you have any request regarding any topic to be taken, please kindly comment in the comment section below. So without much delay, let's move on to the topic. Okay, we know that Rostow's stage theory consists of 5 stages, which determines the progress or the economic growth. So, in which the first one is the traditional society. Okay, റോസ്റ്റോയുടെ 5 stages of economic growth ആണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തേതാണ് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി സിഗ്നിഫൈസ് പ്രിമിറ്റീവ് സൊസൈറ്റി ഹാവിങ് നോ ആക്സസ് ടു മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി. സോ നമുക്ക് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പഴയ സൊസൈറ്റി അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. സോ അവിടെ എന്താണ് മോഡേൺ സയൻസോ മോഡേൺ ടെക്നോളജീസോ ഒന്നും ആപ്ലിക്കബിൾ അല്ലായിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റി പ്രിമിറ്റീവ് ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പഴയ ടെക്നോളജീസ് ആയിരിക്കും അല്ലെങ്കിൽ പഴയ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും നമ്മുടെ വേൾഡിനോട് ഉള്ളത്. അങ്ങനെയുള്ള തോട്ട്സും അതുപോലെ ടെക്നോളജീസും സയൻസും ഒക്കെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഏത് ടൈപ്പ് ഓഫ് സൊസൈറ്റിയിലുള്ളത്? ട്രഡീഷണൽ സൊസൈറ്റിയിലുള്ളത്. ദസ് റോസ്റ്റർ ഡിഫൈൻസ് എ ട്രഡീഷണൽ സൊസൈറ്റി ആസ് വൺ ഹൂസ് സ്ട്രക്ചർ ഈസ് ഡെവലപ്ഡ് within the limited production function based on pre-Newtonian science and technology and as pre-Newtonian attitudes towards the physical world. So what happens is റോസ്റ്റോ ട്രഡീഷണൽ സൊസൈറ്റിനെ പറഞ്ഞിരിക്കുന്നത് അതൊരു ലിമിറ്റഡ് പ്രൊഡക്ഷൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ആൻഡ് ദാറ്റ് ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രീ ന്യൂട്ടോണിയൻ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ആസ് പ്രീ ന്യൂട്ടോണിയൻ ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് ദ ഫിസിക്കൽ വേൾഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പഴയ ടെക്നോളജിയും പഴയ ആറ്റിറ്റ്യൂഡ്സും പഴയ സയൻസുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ലിമിറ്റഡ് പ്രൊഡക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് ബേസ് ചെയ്തിരിക്കുന്നത് പ്രീ ന്യൂട്ടോണിയൻ സയൻസ് ആൻഡ് ടെക്നോളജിയും പ്രീ ന്യൂട്ടോണിയൻ ആറ്റിറ്റ്യൂഡ്സും ആയിരിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്? റോസ്റ്റോ പറയുന്നത്. ഇനി രണ്ടാമത്, Rostow does not view this traditional society as being completely static. സോ ഒരു ക്ലോസ്ഡ് എക്കോണമി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിട്ടല്ല റോസ്റ്റോ ഇതിനെ കാണുന്നത്. ഓക്കെ, ഇൻ ദിസ് സ്റ്റേജ് സൊസൈറ്റി output could be increasing through the expansion of land area under cultivation or through the discovery and spread of new crop. സോ നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിക് ആയിട്ടല്ല റോസ്റ്റോ കൺസിഡർ ചെയ്തത്. കാരണം എന്താണ്? അവിടെ ലാൻഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് ക്രോപ്പ് അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ ക്രോപ്പ് വെറൈറ്റി കണ്ടുപിടിക്കുന്നതനുസരിച്ച് അവിടെ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്. സോ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെന്നാണ് ആര് പറയുന്നത്? റോസ്റ്റോ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Moving on, but the critical fact about this type of society is that there is a limit to attainable output per head. So ഓരോ വ്യക്തിക്കും അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ ഒരു ലിമിറ്റ് ഈ ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദിസ് ലിമിറ്റ് അറൈസസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ആക്സസ് ടു മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി. സോ ഈ ഒരു ലിമിറ്റ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം മോഡേൺ സയൻസും ടെക്നോളജിയും ഒന്നും ട്രഡീഷണൽ സൊസൈറ്റിയിൽ ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ അത് കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ allocation of large proportion of its resources to agriculture and is categorized by a hierarchical social structure in which there is a little possibility of വേർട്ടിക്കൽ മൊബിലിറ്റി. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈറാർക്കിക്കൽ സോഷ്യൽ സ്ട്രക്ചർ ആണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസോഴ്സസ്, ലാർജ് പ്രപ്പോർഷൻ ഓഫ് റിസോഴ്സസ് അഗ്രികൾച്ചറിലോട്ടേക്കാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ മെയിൻ കൺസിഡറേഷൻ അഗ്രികൾച്ചറിനായിരിക്കും. അത് ഓർത്തു വെക്കണം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈറാർക്കിക്കൽ സോഷ്യൽ സ്ട്രക്ചറാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വേർട്ടിക്കൽ മൊബിലിറ്റി, മുകളിൽ നിന്ന് താഴോട്ടേക്ക് റിസോഴ്സ് അലോക്കേഷൻ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ്. ദെൻ ദ വാല്യൂ സിസ്റ്റം ദാറ്റ് പ്രിവൈൽസ് ഇൻ സച്ച് സൊസൈറ്റി ഈസ് വാട്ട് റോസ്റ്റോ കോൾസ് ലോങ് റൺ ഫാറ്റലിസം. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് റോസ്റ്റോ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ വാല്യൂ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് അവിടെ ഉള്ളത് എന്ന് റോസ്റ്റോ പറയുന്നത്? ലോങ് റൺ ഫാറ്റലിസം ആണ് അവിടെ ഉള്ളത്. പീപ്പിൾ ഓഫ് ദീസ് സൊസൈറ്റീസ് തിങ്സ് ദാറ്റ് നോട്ട് മച്ച് എക്കണോമിക് പ്രോഗ്രസ് ഈസ് പോസിബിൾ ഫോർ ദം ആൻഡ് ഫോർ ദെയർ ഫ്യൂച്ചർ ജനറേഷൻ. സോ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിക്കുള്ള പുരോഗമനോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സോ അവരുടെ ആ ഒരു
ഒരു പെർട്ടിക്കുലർ ഏരിയയിലും അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ ജനറേഷൻസിലും ഉണ്ടാവില്ല എന്നൊരു തോട്ട് പ്രോസസ്സാണ് ആർക്കുള്ളത്, ട്രഡീഷണൽ സൊസൈറ്റിയിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അതാണ് റോസ്റ്റോയുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. എന്താണത്? ട്രഡീഷണൽ സൊസൈറ്റി. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റേജ്, ഇറ്റ് ഈസ് ദ പ്രീ കണ്ടീഷൻസ് ഓർ ദ പ്രിപ്പറേറ്ററി സ്റ്റേജ്. നമ്മൾ പ്രിമിറ്റീവ് സ്റ്റേജാണ് ട്രഡീഷണൽ സൊസൈറ്റി ആയിട്ട് കാണുന്നത്. സോ ഇനി എന്താണ്, ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതിനാണ് പ്രീ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് കവേഴ്സ് എ ലോങ് പീരീഡ് ഓഫ് എ സെഞ്ച്വറി ഓർ മോർ ഡ്യൂറിങ് വിച്ച് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു സെഞ്ച്വറിയോടെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എടുത്തിട്ടാണ് ഒരു പെർട്ടിക്കുലർ കൺട്രി പ്രീ കണ്ടീഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടേക്ക് ഓഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേജിലോട്ടേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത്. സോ ദീസ് കണ്ടീഷൻസ് മെയിൻലി കംപ്രൈസസ് ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ്. സോ പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, ഇവിടെ സോഷ്യലിയും പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ചേഞ്ച് ഇൻ സൊസൈറ്റീസ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ് സയൻസ്, റിസ്ക് ടേക്കിംഗ് ആൻഡ് പ്രോഫിറ്റ് ഏണിംഗ്. സോ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ്സ് മാറുവാണ്. എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്? പുതിയ സയൻസ് വരുന്നതിനെ അവർ അംഗീകരിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പതിയെ റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് വന്നു തുടങ്ങി. കാരണം നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അവർ റിസ്ക് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടി കാരണം അവർ റിസ്ക് എടുക്കത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ട്രഡീഷണൽ സൊസൈറ്റിയിൽ. പക്ഷേ പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിൻ്റെ കേസിൽ അവിടെ എന്താ സംഭവിക്കാം, റിസ്ക് എടുക്കണം എന്നൊരു തോട്ട് പ്രോസസ്സ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ജനങ്ങൾക്ക് വരും. അതേപോലെ തന്നെ പതുക്കെ പ്രോഫിറ്റ് ഏണിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ അത്യാവശ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിലാണ്. പിന്നെ വരുന്നത് ദ അഡാപ്റ്റബിലിറ്റി ഓഫ് ലേബർ ഫോഴ്സ്. നമ്മൾ പറഞ്ഞു കൂടുതൽ അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൊണ്ട് വാട്ട് ഹാപ്പൻസ്, ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആകുന്നത് അഗ്രികൾച്ചറിലായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ലേബർ ഫോഴ്സ് അഡാപ്റ്റബിൾ ആകാനായിട്ട് തുടങ്ങും. ഇനി പൊളിറ്റിക്കൽ സോവർണിറ്റി, നമുക്ക് പൊളിറ്റിക്കലി കുറച്ചും കൂടി പവർഫുൾ ആകാനായിട്ടുള്ള ഒരു കേസ് ഈ ഒരു പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിൽ വരികയാണ്. ഇനി ഫോർത്ത് വൺ, there is a development of centralized taxation system and financial institutions. സോ ഇവിടെ എന്താണ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം വരും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കേസും ഈ ഒരു പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സൊസൈറ്റിയുടെ സയൻസിലും റിസ്ക് അണ്ടർടേക്കിങ്ങിലും പ്രോഫിറ്റ്സിലും ചേഞ്ച് വരുന്നു. രണ്ടാമത്തേത് ലേബർ ഫോഴ്സിൻ്റെ അഡാപ്റ്റബിലിറ്റി കാണാൻ പറ്റും. മൂന്നാമത്തേത് പൊളിറ്റിക്കൽ സോവർണിറ്റി ഉണ്ടാവുന്നു. നാലാമത്തേത് ദർ ഇസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് സെൻട്രലൈസ്ഡ് ടാക്സ് സിസ്റ്റം ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ, then the construction of certain economic and social infrastructure like the railways, port, power generation and educational institutions. സോ ഇനി സോഷ്യൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ പതുക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ ജനറേഷൻ, എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. സോ അങ്ങനത്തെ ഒരുപാട് കേസ് വരുന്നത് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഈസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഇൻക്ലൂഡ്സ് ദ റെയിൽവേസ്, പോർട്സ്, പവർ ജനറേഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇന്ത്യ ഡിഡ് സം ഓഫ് ദീസ് തിങ്സ് ഇൻ ദ ഫസ്റ്റ് 5 year പ്ലാൻ. ഇന്ത്യ ഇങ്ങനത്തെ ഈ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് 5 year പ്ലാനിൻ്റെ ആ ടൈമിലാണ്. അതായത് 1951 to 56 എന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഫസ്റ്റ് 5 year പ്ലാൻ വരുന്നത്. സോ ഈ ഒരു ടൈമിലാണ് സോഷ്യൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പതുക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനി ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ എബവ് ദാറ്റ് the second stage of growth foundations for the economic transformation are laid. സോ ഈ പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിൽ എന്താണ്, നമ്മൾ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിന് മുൻപ് ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ പീപ്പിൾ സ്റ്റാർട്ട് യൂസിങ് മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഇൻക്രീസിങ് ദിയർ പ്രൊഡക്ടിവിറ്റി ഇൻ ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. സോ ഇവിടെ എന്താ സംഭവിക്കാം, പുതിയ സയൻസും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ട് ആൾക്കാർ എന്താ ചെയ്യാണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്, എക്കണോമിക് ട്രാൻസ്ഫോർമേഷനുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടേക്ക് ഓഫിനുള്ള ഒരു പ്രീ കണ്ടീഷൻ ആവുകയാണ് ചെയ്യുന്നത്. Further, there is a change in the attitudes of the people
who start viewing the world where there are possibilities of future growth. സോ നമ്മൾ ട്രഡീഷണൽ സൊസൈറ്റിയിൽ കണ്ടു അവർ ഒരു ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് ഇത്രയൊക്കെ ഗ്രോത്ത് മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ട്രഡീഷണൽ സൊസൈറ്റിയുടെ ചിന്താഗതി. പക്ഷേ അതിൽ നിന്ന് പ്രീ കണ്ടീഷൻസിലോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ജനങ്ങളുടെ തോട്ട് പ്രോസസ്സ് കുറച്ചും കൂടി ബ്രോഡ് ആവുകയാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദർ ആർ പോസിബിലിറ്റീസ് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്. അവരത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. ദെൻ a new class of entrepreneurs emerges in the society. സോ ഓൺടർപ്രണേഴ്സ് പതുക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അവർ എമേർജ് ചെയ്യാനായിട്ട് തുടങ്ങി. who mobilize savings and undertake investment in new enterprises and bears a risk and uncertainty. In the sphere of political organization, it is during this stage that an effective centralized nation state starts emerging. So what happens here is, ഈ ഒരു സ്റ്റേജിൽ ഓൺടർപ്രണേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ സേവിങ്സും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സും നടത്താനായിട്ട് തുടങ്ങി. സോ നമുക്ക് പതുക്കെ ഡെവലപ്മെൻറ്റ്സ് വരികയാണ്. സോ നമുക്ക് ഓൾറെഡി അറിയാം, നേരത്തെ ട്രഡീഷണൽ സൊസൈറ്റിയിൽ റിസ്ക് അണ്ടർടേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് താല്പര്യം വളരെ കുറവായിരുന്നു. അപ്പം ഈ ഒരു ഓൺടർപ്രണേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എമേർജ് ചെയ്യുമ്പോഴത്തേക്കും അവർ പതുക്കെ റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഒരു കേസിലാണെങ്കിൽ നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് നേഷൻ സ്റ്റേറ്റ്, സെൻട്രലൈസ്ഡ് ടാക്സേഷൻ സിസ്റ്റം വരുന്നു. എല്ലാവർക്കും ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്കീംസും കാര്യങ്ങളും ഒക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ കേസിൽ ഒരു സെൻട്രലൈസ്ഡ് നേഷൻ സ്റ്റേറ്റും മെർജ് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. ദസ് in the stage of precondition of takeoff, Rostow views agriculture as performing 3 roles. അപ്പം ഇങ്ങനത്തെ ഈ ഒരു സ്റ്റേജിൽ പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫിൽ റോസ്റ്റോ അഗ്രികൾച്ചറിന് 3 റോൾസ് പ്ലേ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി. അഗ്രികൾച്ചർ മസ്റ്റ് പ്രൊഡ്യൂസ് സഫിഷ്യൻറ്റ് ഫുഡ് ഗ്രെയിൻസ് ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ദ ഗ്രോയിങ് പോപ്പുലേഷൻ ആൻഡ് ഓഫ് ദ വർക്കേഴ്സ് ഹു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ. സോ ഇവിടെ എന്താണ്, ഫസ്റ്റ് അഗ്രികൾച്ചറിൻ്റെ യൂസ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ജനങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് മീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആൻഡ് ദ വർക്കേഴ്സ് ഹു ഗോട്ട് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ അഗ്രികൾച്ചർ. സോ അഗ്രികൾച്ചറിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന വർക്കേഴ്സിൻ്റെ നീഡ്സും മീറ്റ് ചെയ്യാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു ദ ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആൻഡ് ദാറ്റ് വിൽ സ്റ്റിമുലേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്. വാട്ട് ഹാപ്പൻസ് ഇസ്, അഗ്രികൾച്ചർ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഇൻഡസ്ട്രീസിൻ്റെ അകത്തൊക്കെ ഓരോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്. സോ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനായിട്ടുള്ള ഒരു താല്പര്യം കൂടുകയും ചെയ്യും. സോ അതാണ് അഗ്രികൾച്ചറിൻ്റെ രണ്ടാമത്തെ റോൾ. ഇനി മൂന്നാമത്തെ റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ മസ്റ്റ് പ്രൊവൈഡ് മച്ച് ഓഫ് ദ സേവിങ്സ് നീഡഡ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. സോ അഗ്രികൾച്ചറൽ സെക്ടർ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സേവിങ്സ് യൂസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ എക്സ്പാൻഷനും ഉണ്ടാവണം. സോ അങ്ങനെ 3 റോൾസാണ് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ട് റോസ്റ്റോ പറയുന്നത്. ഒന്നാമത്തേത് ഫുഡ് ഗ്രെയിൻസ് ടു മീറ്റ് ദ ഗ്രോയിങ് നീഡ് ഓഫ് ദ പോപ്പുലേഷൻ ആസ് വെൽ ആസ് ദ പീപ്പിൾ ഹു എംപ്ലോയ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ അഗ്രികൾച്ചറൽ സെക്ടർ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് the increase in the agricultural income will lead to the demand for the industrial products that stimulate industrial investment. Third one, expanding agriculture must provide much of its savings needed for the expansion of industrial sector. So ഈ ഒരു 3 കേസാണ് ആര് പറയുന്നത്, റോസ്റ്റോ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ടേക്ക് പോവാണ്. ദാറ്റ് ഈസ് ദ തേർഡ് സ്റ്റേജ് വിച്ച് ഇസ് ദ ടേക്ക് ഓഫ് സ്റ്റേജ്. അപ്പം ആദ്യത്തെ നമ്മൾ ട്രഡീഷണൽ സൊസൈറ്റി കണ്ടു, രണ്ടാമത്തെ നമ്മൾ പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫ് കണ്ടു, ഇനി നമ്മൾ മൂന്നാമത്തെ ടേക്ക് ഓഫ് സ്റ്റേജിലോട്ടേക്ക് പോവാണ്. ഓക്കെ, this is the crucial stage which covers relatively brief period of 2 to 3 decades in which economy transforms itself in such a way that economic growth subsequently take place more or less automatically. So ഇവിടെ ക്രൂഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു ടേക്ക് ഓഫ് സ്റ്റേജ്. സോ ഇവിടെ എന്താണ്, ഏകദേശം 2 to 3 decades ഒക്കെ എടുക്കും എക്കോണമി ഈ ഒരു കേസിലോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്ത് വരാനായിട്ട്. സോ ഇവിടെ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് മോർ ഓർ ലെസ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും എന്നുള്ളൊരു കേസാണ് ഇവിടെ പറയുന്നത്. സോ ദിസ് ടേക്ക് ഓഫ് സ്റ്റേജ് ഇസ് ഡിഫൈൻഡ് ആസ് the interval during which the rate of investment increases in such a way that real output per capita rises and the initial increase carries with it radical changes in techniques of production and disposition of income flows
which perpetuate the new scale of investment and perpetuate thereby the rising trends in per capita outcome. So ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ടേക്ക് ഓഫ് സ്റ്റേജ് എഴുതാൻ പറ്റും. സോ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഇൻ്റർവെൽ, ഇതൊരു ഇൻ്റർവെൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കേസിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുവാണ് എങ്കിൽ വാട്ട് ഹാപ്പൻസ്, റിയൽ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദി ഇനിഷ്യൽ ഇൻക്രീസ് ക്യാരീസ് വിത്ത് ഇറ്റ്, അതായത് ഈ ഒരു റിയൽ പെർ ക്യാപിറ്റ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇനിഷ്യൽ ഇൻക്രീസ് എന്തിനൊക്കെ കാരണമാകും, ദെയർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ദെയർ വിൽ ബി ഡെസ്പോസിഷൻ ഓഫ് ഇൻകം. അപ്പോൾ ഇങ്ങനെ ഒരു വീണ്ടും ഇൻകം ജനറേറ്റ് ചെയ്യുവാണ്. ആ ഇൻകം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടേക്ക് പോകുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് റേസ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, നമുക്ക് ആദ്യം എന്താണ് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണുള്ളത്. ഈ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഈ റിയൽ ഔട്ട്പുട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ടെക്നിക്സിലും അതുപോലെ തന്നെ ഇൻകം ഫ്ലോസും കൂടുതലാക്കും. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ എന്ത് കാരണമാകും, ദർ വിൽ ബി എ റൈസിങ് ട്രെൻഡ് ഇൻ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്. അതാണ് ആ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദസ് ദ ടേം ടേക്ക് ഓഫ് ഇംപ്ലൈസ് 3 കാര്യങ്ങളാണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് പറയുന്നത്. ഒന്നാമത്തത്, ദ പ്രപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ദ നാഷണൽ ഇൻകം മസ്റ്റ് റൈസ് ഫ്രം 5% to 10% ആൻഡ് മോർ സോ ആസ് ടു ഔട്ട്സ്ട്രിപ്പ് ദ ലൈക്ലി പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്കറിയാം മാൽത്തൂസ് തിയറി ഓഫ് പോപ്പുലേഷൻ എന്താണ്, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നൊരു കോൺസെപ്റ്റാണ് മാൽത്തൂഷ്യൻ പോപ്പുലേഷൻ ഡോക്ട്രൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ടേക്ക് ഓഫ് സ്റ്റേജിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 5% to 10% ആയിരിക്കണം. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് വളരെയധികം കൂടുന്നത് കൊണ്ട് അതിനെ ഓവർകം ചെയ്തുള്ള പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ദ പീരിയഡ് മസ്റ്റ് ബി റിലേറ്റീവ്ലി ഷോർട്ട് സോ ദാറ്റ് ഇറ്റ് ഷുഡ് ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എക്കണോമിക് റവല്യൂഷൻ. സോ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഷോർട്ട് പീരീഡൊക്കെ ആയിട്ട് കണക്കാക്കണം. അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു എക്കണോമിക് റവല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് അതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് മസ്റ്റ് കൾമിനേറ്റ് സെൽഫ് സസ്റ്റൈനിങ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. സോ ഇതിനകത്ത് സെൽഫ് സസ്റ്റൈനിങ് അതുപോലെ തന്നെ സെൽഫ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പം 3 കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് 5% to 10% അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക, കാരണം അത് പോപ്പുലേഷനേക്കാളും കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ടേക്ക് ഓഫ് സ്റ്റേജ് പറയാൻ പറ്റത്തുള്ളൂ. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ആയിരിക്കണം. കാരണം എന്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കണോമിക് റവല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് സെൽഫ് സസ്റ്റൈനിങ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്. ദെൻ thus, during the takeoff stage, the desire to achieve economic growth to raise the living standards dominate the society. സോ ഇവിടെ എന്താ സംഭവിക്കുക, ഈ ടേക്ക് ഓഫ് സ്റ്റേജിൽ ഈ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹം നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. റവല്യൂഷണറി ചേഞ്ചസ് ഒക്വർ ഇൻ ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അഗ്രികൾച്ചറിൻ്റെ കേസിലും ഇൻഡസ്ട്രീസിൻ്റെ കേസിലും അല്ലെങ്കിൽ ആ 2 സെക്ടേഴ്സിൻ്റെ കേസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ഇൻക്രീസ് ചെയ്യുവാനായിട്ടും തുടങ്ങുന്നു. ഓക്കെ, ദെൻ അവിടെ കൂടുതലായിട്ട് അർബനൈസേഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ നഗരവൽക്കരണം കൂടുതലായിട്ടുണ്ടാകുവാണ് അവിടെ. അതുകൊണ്ട് തന്നെ ലേബർ ഫോഴ്സ്, അർബൻ ഏരിയയിലുള്ള ലേബർ ഫോഴ്സിൻ്റെ എണ്ണവും വളരെയധികം കൂടുന്നു. ഇൻ എ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഓഫ് എ ഡെക്കേഡ് ഓർ 2 ബോത്ത് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ എക്കോണമി ആൻഡ് ദ സോഷ്യൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഈസ് ചേഞ്ച്. സോ 2 അതോ 3 ഡെക്കേഡ്സിനുള്ളിൽ തന്നെ പൊളിറ്റിക്കൽ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് എക്കോണമി ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ദെൻ സെൽഫ് സസ്റ്റൈനിങ് ഗ്രോത്ത് റേറ്റ് നമുക്കവിടെ ഉണ്ടാക്കാനായിട്ട് ഇതുവഴി സാധിക്കും എന്നുള്ളതാണ് ടേക്ക് ഓഫ് സ്റ്റേജിലൂടെ പറയുന്നത്. ഇറ്റ് ഈസ് വർത്ത് നോട്ടിംഗ് ദാറ്റ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് റോസ്റ്റോ ദിസ് റൈസ് ഓഫ് ന്യൂ എലൈറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ നേഷൻ സ്റ്റേറ്റ് ആർ ക്രൂഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന എന്താണ്, റോസ്റ്റോയുടെ കൺസെപ്റ്റ് അനുസരിച്ച് 2 കാര്യങ്ങളാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ക്രൂഷ്യലായിട്ടുള്ളത്. ഒന്നാമത്തത് ദ റൈസ് ഓഫ് ന്യൂ എലൈറ്റ്, രണ്ടാമത്തത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ നേഷൻ സ്റ്റേറ്റ്. ന്യൂ എലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ഓൺടർപ്രണേഴ്സിൻ്റെ എമേർജിംഗ് ആണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ 3ാമത്തെ സ്റ്റേജും കംപ്ലീറ്റ് ആയി. ഇനി 3ാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡ്രൈവ് ടു മെച്യൂരിറ്റി.
പീരീഡ് ഓഫ് സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത്. ഇതാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, this stage of economic growth occurs when the economy becomes mature and is capable of generating self-sustained growth. So നമ്മൾ ടേക്ക് ഓഫ് സ്റ്റേജിന് മറികടന്നാണ് ഡ്രൈവ് ടു മെച്യൂരിറ്റിയിൽ വരുന്നത്. ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കോണമി മെച്യൂർ ആവാണ്, അതിന് സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സ്വയം ക്യാപ്പബിൾ ആകുന്ന ഒരു കേസാണ് ഈ ഒരു ഡ്രൈവ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ദ റേറ്റ്സ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ of such a magnitude that economic development becomes automatic. So what happens is സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന രീതിക്കാണ് ഈ ഒരു സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ പെർ ക്യാപിറ്റൽ പെർ ഹെഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എക്കോണമി ഓൾസോ ചേഞ്ചിങ്. എക്കോണമിയുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നു. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ എക്കോണമി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആകുന്നത് പോലെ ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു എക്കോണമി പതുക്കെ പതുക്കെ മെച്യൂർ ആകുന്നതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു സെൽഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യുമ്പോഴാണ്. ഇനി ഇനിഷ്യൽ കീ ഇൻഡസ്ട്രീസ് വിച്ച് സ്പാർക്ക്ഡ് ദ ടേക്ക് ഓഫ് ഡീസിലറേറ്റ് ആസ് ഡിമിനിഷിംഗ് റിട്ടേൺ സെറ്റിൽ. സോ ഇനിഷ്യൽ കീ ഇൻഡസ്ട്രീസ്, അതായത് ടേക്ക് ഓഫ് സ്റ്റേജിന് സഹായിച്ച ഇനിഷ്യൽ കീ ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, അത് പതുക്കെ പതുക്കെ ഡിമിനിഷിംഗ് റിട്ടേൺസ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ബട്ട് ദ ആവറേജ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ എ സക്സഷൻ ഓഫ് ന്യൂ റാപ്പിഡ്ലി ഗ്രോയിങ് സെക്ടേഴ്സ് വിത്ത് എ ന്യൂ സെറ്റ് ഓഫ് ലീഡിങ് സെക്ടേഴ്സ്. സോ ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡിമിനിഷിംഗ് റിട്ടേൺസ് ഒക്കെ നൽകുന്നുണ്ട്. എന്നാൽ പോലും ആവറേജ് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൻറ്റെയിൻഡ് ആകും. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? ഇതിനേക്കാളും റാപ്പിഡായിട്ട് പുതിയ സെക്ടേഴ്സും അത് കുറച്ചും കൂടി ലീഡിംഗ് ആയിട്ടുള്ള സെക്ടേഴ്സും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുവഴി എങ്ങനെയാണ് ആവറേജ് റേറ്റ് ഓഫ് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്ത് പോയിക്കോളും. ദെൻ the proportion of population engaged in agriculture and other rural pursuit declines. സോ നേരത്തെ നമ്മൾ ട്രഡീഷണൽ സൊസൈറ്റിയിൽ പറഞ്ഞു അഗ്രികൾച്ചറിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയായിരുന്നു എന്ന് പറഞ്ഞു. പ്രീ കണ്ടീഷൻസിൽ പറഞ്ഞു നമ്മൾ ലേബർ ഫോഴ്സ് അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ടേക്ക് ഓഫ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രീസിലോട്ടൊക്കെ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവിടുത്തെ കേസിൽ നോക്കുമ്പോഴത്തേക്കും എന്താണ്, അഗ്രികൾച്ചറിൽ അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിലും ഒക്കെ ഒരുപാട് ആൾക്കാർ പണിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഡിക്ലൈൻ ചെയ്തിട്ട് അവർ പുതിയ സെക്ടേഴ്സിലോട്ടേക്ക് ജോലിക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ്. ആൻഡ് ദസ് ദ സ്ട്രക്ചർ ഓഫ് ഫോറിൻ ട്രേഡ് അണ്ടർഗോസ് എ റാഡിക്കൽ ചേഞ്ച്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഫോറിൻ ട്രേഡിനും ഒരുപാട് ചേഞ്ച് ഇതുവഴി ഉണ്ടാവുന്നു. ഇറ്റ് ഈസ് with both the problems and the cyclical movements of the national income in such mature growing economies in this fourth stage that had bulk of modern theoretical economics is concerned. സോ ഇവിടെ എന്താണ്, ഈ ഫോർത്ത് സ്റ്റേജിൽ ഒരുപാട് സൈക്ലിക്കൽ മൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നുണ്ട്, പ്രോബ്ലംസും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആ എക്കോണമീനെ ആ ഫോർത്ത് സ്റ്റേജിൽ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദ സ്റ്റുഡൻസ് ഓഫ് കണ്ടംപററി ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ഓൾസോ ഓഫ് എക്കണോമിക് history are more likely to be concerned with the economies of previous two stages, that is economies of preparationary stage and takeoff stage. If we are to have a successful and adequate theory of economic growth, it must obviously be comprehensive enough to embrace these two stages as well, especially എക്കണോമിക്സ് ഓഫ് ടേക്ക് ഓഫ് ഇൻറ്റു സെൽഫ് സസ്റ്റൈനിങ് ഗ്രോത്ത്. സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഉണ്ട്, അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഉണ്ട്. സോ ഒരു കൺട്രിക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് രണ്ട് സ്റ്റേജസിൻ്റെ അകത്തുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഒന്നാമത്തേത് പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫും രണ്ടാമത്തേത് ടേക്ക് ഓഫും. ഈ രണ്ട് സ്റ്റേജിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നോ അതനുസരിച്ചായിരിക്കും ഒരു കൺട്രിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻലി ഇതിൽ നോക്കുന്നത് ടേക്ക് ഓഫ് ആണ്, കാരണം അതാണ് സെൽഫ് സസ്റ്റെയിനിങ് ഗ്രോത്തിലോട്ടേക്ക് ഒരു എക്കോണമീനെ കൊണ്ടുപോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് സ്റ്റേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രാധാന്യമാണ് ഉള്ളത്. മൂവിങ് ഓൺ, ദ ഫിഫ്ത്ത് സ്റ്റേജ്, ദ സ്റ്റേജ് ഓഫ് മാസ് കൺസപ്ഷൻ. ഈ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് വിൽ ഇൻക്രീസ് ടു ഹൈ ലെവൽ ദാറ്റ് കൺസപ്ഷൻ ബാസ്ക്കറ്റ് ഓഫ് പീപ്പിൾ ഇൻക്രീസസ് ബിയോണ്ട് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടേഴ്സ് ടു ആർട്ടിക്കിൾസ് ഓഫ് കംഫർട്ട്സ് ആൻഡ് ലക്ഷറീസ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, സ്റ്റേജ് ഓഫ് മാസ് കൺസപ്ഷനിൽ കൺട്രിയുടെ ഫുൾ എക്കോണമിയിൽ ഒരുപാട് ചേഞ്ചസ് വരികയാണ്. ഔട്ട്പുട്ടും റിയൽ ഇൻകം ഒക്കെ ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ കൺസപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മിയർ നെസസിറ്റിയിൽ നിന്ന് ലക്ഷറീസിലോട്ടേക്കും കംഫർട്ട്സിലോട്ടേക്കും മാറാനായിട്ട് തുടങ്ങി. ഫർദർ, വിത്ത് പ്രോഗ്രസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഓഫ് ദ എക്കോണമി, values of people change in
ഫേവർ ഓഫ് മോർ കൺസപ്ഷൻ ഓഫ് ലക്ഷറീസ് ആൻഡ് ഹൈ സ്റ്റൈൽസ് ഓഫ് ലിവിങ്. സോ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെ ഈ ഒരു സ്റ്റേജിൽ നടക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് എക്കോണമി കുറച്ചും കൂടി ലക്ഷറീസും കംഫോർട്ട്സും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ടേക്ക് 5th സ്റ്റേജ് ആകുമ്പോഴത്തേക്കും മാറുവാണ്. അതുപോലെ തന്നെ പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, അവർ പുതിയ ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതൊക്കെ ജനങ്ങളുടെ കൺസപ്ഷൻ കൂടുതലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സോ these new industries producing durable consumer goods become new leading sectors of economic growth. സോ ഇങ്ങനെ ജനങ്ങളുടെ കൺസപ്ഷനെ സ്വാധീനിക്കുവാൻ പറ്റുന്ന രീതിക്കുള്ള പുതിയ പുതിയ സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി അത് എക്കോണമിക് ഗ്രോത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് 5th സ്റ്റേജിൽ പറയുന്നത്. ദെൻ ഇത്രയാണ് നമ്മൾ റോസ്റ്റോയുടെ 5 സ്റ്റേജസ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു 5 സ്റ്റേജസ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ട്രഡീഷണൽ സൊസൈറ്റി. രണ്ടാമത്തത് എന്താണ്? പ്രീ കണ്ടീഷൻസ്. മൂന്നാമത്തത് ടേക്ക് ഓഫ് സ്റ്റേജ് ആയിരുന്നു. നാലാമത്തത് ഡ്രൈവ് ടു മെച്യൂരിറ്റി. അഞ്ചാമത്തത് ദ സ്റ്റേജ് ഓഫ് മാസ് കൺസപ്ഷൻ. സോ നമ്മൾ ഓരോന്നും നല്ല വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് പോയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പറയുക. ഇനി നമ്മൾ നോക്കുന്നത് റോസ്റ്റോയുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിൽ ക്രിറ്റിസിസംസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് തിയറി ഹാവ് സം criticism. Gunnar Myrdal has argued that there cannot be an inevitable sequence of events described as successive stages of growth. സോ ഗുനാർ മിഡ്രാൽ പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു എക്കോണമിയിൽ ഇതുപോലെ ഈ ഓർഡറിൽ സക്സസീവ് എക്കണോമിക് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നൊരു കൺസെപ്റ്റാണ് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചില എക്കണോമിക് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്നതാണ്. അതല്ലാതെ ഇങ്ങനെ സക്സസീവ് ആയിട്ട് എക്കണോമിക് ഗ്രോത്ത് ഒരു കൺട്രിയിൽ ഒരു എക്കോണമിയിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ക്രിറ്റിസിസം ആയിട്ടാണ് ആര് പറയുന്നത്? ഗുനാർ മിഡ്രാൽ പറയുന്നത്. ലൈക്ക്വൈസ് Meir argues that the stages in the history of economic growth cannot be generalized from development experience of some European countries as Rostow has done. So Rostow ഈ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഈ ഒരു 5 സ്റ്റേജസ് യൂറോപ്യൻ കൺട്രീസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് മിയർ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ഈ കുറച്ച് യൂറോപ്യൻ കൺട്രീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്കണോമിക് സ്റ്റേജസിൻ്റെ ഗ്രോത്ത് ഇങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു കോട്ട് മിയർ, stage making approaches are misleading when they consider a linear conception of history and imply that all economies tend to pass through same series of stages. സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാ എക്കോണമീസ് സെയിം സ്റ്റേജസ് ഓഫിലാണ് അല്ലെങ്കിൽ സെയിം സീരീസിലാണ് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഓൾദോ എ പെർട്ടിക്കുലർ സീക്വൻസ് മേ കറസ്പോണ്ട് ബ്രോഡ്ലി ഇൻ ടു ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് സം കൺട്രീസ്. ഇനി ചില കൺട്രീസിൻ്റെ കേസിൽ അവർക്കൊക്കെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. ചിലതൊക്കെ കോളനീസ് ആയിട്ട് പിന്നീട് ഫ്രീഡം കിട്ടിയതായിരിക്കും, ചിലർക്കൊക്കെ നേരത്തെ ഒരുപാട് വെൽത്ത് ഉണ്ടായിരുന്നതായിരിക്കും. സോ അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഓരോ എക്കോണമീസിനും ഉണ്ട്. സോ അവരുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് വ്യത്യസ്തമായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് റോസ്റ്റോ പറയുന്നത് പോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ടു മെയിൻറ്റെയിൻ ദാറ്റ് എവറി എക്കോണമി ഓൾവേസ് ഫോളോസ് സം കോഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് വിത്ത് എ കോമൺ പാസ്റ്റ് ആൻഡ് ഹാവ് സെയിം ഫ്യൂച്ചർ ഈസ് ഓവർ സ്കീമാറ്റൈസ് ദ കോംപ്ലക്സ് ഫോഴ്സസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടു ഗീവ് ദ സീക്വൻസ് ഓഫ് സ്റ്റേജ് എ ജനറാലിറ്റി ദാറ്റ് ഇസ് അൺവാറൻറ്റഡ്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ കൺട്രീസിനും അല്ലെങ്കിൽ ഓരോ എക്കോണമീസിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കും, എക്കണോമിക് പോളിസീസ് ഉണ്ടായിരിക്കും, ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, പാസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും, ഹിസ്റ്ററി ഉണ്ടായിരിക്കും. സോ അത് ബേസ് ചെയ്തിട്ടാണ് ഓരോ കൺട്രിയും അടുത്ത ഏത് സ്റ്റെപ്പാണ് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഓരോ എക്കോണമിയും എക്കണോമിക് ഗ്രോത്തിലോട്ടേക്ക് പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് സ്റ്റേജസിൽ കൂടെ അല്ല എന്നുള്ളതാണ് മിയർ കോട്ട് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് എക്കണോമിക് ഗ്രോത്തിൻ്റെ സ്റ്റേജസ് ആയിട്ട് റോസ്റ്റോ പറയുന്നത്. റോസ്റ്റോയ്ക്ക് മെയിനായിട്ട് ക്രിറ്റിസിസംസ് വന്നത് ഗുന്നാർ മിഡ്രലിൻ്റെ മിയറിൻ്റെ കേസിലാണ്. സോ ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 15 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ if you are liking the lessons, if you are benefiting from the lessons, please like, share and subscribe to the channel. Enjoy learning. God bless you all. Thank you so much.